Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Special Privileges or Advantages of a Private Company from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Let us discuss about the special privileges and advantages of a private company. Following are the special privileges and exemption which are available to all private companies, including a private company which is the subsidiary of a public company. ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനി ഉൾപ്പെടെ എല്ലാ പ്രൈവറ്റ് കമ്പനീസിനും ലഭിക്കുന്ന സ്പെഷ്യൽ പ്രിവിലേജസ്, പ്രത്യേക ആനുകൂല്യങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ, ഇവയെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. First privilege or advantage of a private company is its formation is easy. A private company can be easily formed as it requires only 2 minimum members. This also helps in smooth functioning of the company. ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ആദ്യത്തെ ആനുകൂല്യം അഥവാ നേട്ടം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാനായിട്ട് സാധിക്കും, രൂപീകരിക്കാനായിട്ട് സാധിക്കും. കാരണം പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ കേവലം 2 അംഗങ്ങൾ മാത്രം മതി. മിനിമം മെമ്പേഴ്സ് 2 ആണ്. 2 അംഗങ്ങൾ മാത്രം മതി. ഇത് ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് സഹായകം കൂടിയാണ്. കുറച്ച് അംഗങ്ങളേ ഉള്ളൂ, 2 അംഗങ്ങൾ മിനിമം മതി. അപ്പോൾ അംഗങ്ങൾ കുറവായത് കാരണം തീർച്ചയായിട്ടും മുന്നോട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ആ കമ്പനിക്ക് ഇത് സഹായകമാണ്. ഇതാണ് പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഉള്ള ഒന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത്. Second advantage or privilege of a private company is it can immediately start its business. A private company can start its business immediately after its incorporation or formation. It is not required to obtain a certificate for commencement of business as is required in case of a public company. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് രണ്ടാമത്തെ നേട്ടം അഥവാ ആനുകൂല്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിക്ക് വളരെ വേഗത്തിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഇൻകോർപ്പറേഷൻ, കമ്പനി ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിസിനസ് തുടങ്ങി വയ്ക്കാൻ പ്രൈവറ്റ് കമ്പനിക്ക് സാധിക്കും. എന്നാൽ ഒരു പബ്ലിക് കമ്പനിയോ മറ്റ് കമ്പനികളുടെ കേസിലാണെങ്കിൽ കമ്പനി രജിസ്ട്രാറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് അഥവാ ബിസിനസ് തുടങ്ങാനുള്ള, ആരംഭിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് ആ റെസ്ട്രിക്ഷൻ ഇല്ല. ഫോം ചെയ്ത് ഉടൻ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് പ്രൈവറ്റ് കമ്പനിക്കുള്ള പ്രത്യേക ആനുകൂല്യം അഥവാ നേട്ടമെന്ന് പറയുന്നത്. Third advantage or privilege of a private company is it is exempted from the issue of prospectus. We know that a private company is prohibited from inviting offers from general public for the purchase of its shares or debentures. Thus, it is not required to issue a prospectus which is meant for this very purpose. നമുക്കറിയാം, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ ഷെയർസോ ഡിബഞ്ചേഴ്സോ, ഓഹരികളോ കടപ്പത്രങ്ങളോ വാങ്ങാൻ വേണ്ടിയിട്ട് ജനറൽ പബ്ലിക്കിന്, പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് ഓഫേഴ്സ് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് പ്രൊഹിബിറ്റഡ് ആണ്. എന്നുവെച്ചാൽ ഓഫേഴ്സ് ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് മാത്രമേ ഷെയർസോ ഡിബഞ്ചേഴ്സോ വാങ്ങിക്കാനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അംഗങ്ങൾക്ക് മാത്രമേ അങ്ങനെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം പബ്ലിക് കമ്പനിക്കാണെങ്കിൽ ജനറൽ പബ്ലിക്കിനോട് ഇൻവിറ്റേഷൻ കൊടുക്കാം. നമ്മുടെ ഷെയർസ്, ഈ കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ വാങ്ങുന്നതിനുള്ള ഓഫറുകൾ ജനറൽ പബ്ലിക്കിന് വയ്ക്കാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാമെന്നുള്ള ഓഫർ വയ്ക്കാം. പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ ഓഫർ വയ്ക്കാനായിട്ട് സാധിക്കില്ല ജനറൽ പബ്ലിക്കിന് ഷെയർസോ ഡിബഞ്ചേഴ്സോ വാങ്ങിക്കാൻ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണഗതിയിൽ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാണ്? പബ്ലിക് കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് കാരണം ജനറൽ പബ്ലിക്കിൻ്റെ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് തങ്ങളുടെ ഷെയർസോ അല്ലെ ഡിബഞ്ചേഴ്സ് വാങ്ങാൻ
വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്ന ഓഫർ വയ്ക്കുന്നു. അതുകൊണ്ടാണ് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് ഒരു പ്രോസ്പെക്ടസ് തയ്യാറാക്കണമെന്ന് പറയുന്നത്. എന്താണ് പ്രോസ്പെക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ എന്തൊക്കെ ഷെയർസാണ് കമ്പനി ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ വില എത്രയാണ്, അങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു രേഖയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസ്പെക്ടസ് പബ്ലിക് കമ്പനിക്ക് വേണം, പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് അത്തരത്തിലൊരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണമാണ് ഇവിടെ പറഞ്ഞത്. പബ്ലിക് കമ്പനി ആണെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ വാങ്ങുവാനുള്ള ഇൻവിറ്റേഷൻ നൽകും. ആർക്ക് വേണമെങ്കിലും വാങ്ങാമെന്നുള്ള ഒരു ഓഫർ അങ്ങോട്ട് വയ്ക്കുന്നു പബ്ലിക് കമ്പനി. പക്ഷേ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഓഫർ വയ്ക്കാനായിട്ട് സാധിക്കില്ല. അത് പ്രോഹിബിറ്റഡ് ആണ് കമ്പനികാര്യ നിയമപ്രകാരം. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് ഇഷ്യൂ നടത്താൻ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഓഫർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കാരണം പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പ്രൈവറ്റ് കമ്പനിയുടെ നേട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ആനുകൂല്യമായിട്ട് ഇവിടെ പറയുന്നത്. A private company is therefore exempted from all the legal requirements relating to the preparation and issue of prospectus. Moreover, it is not required to file with the Registrar of Companies a statement in lieu of prospectus. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടില്ല. അതിനകത്ത് നിന്നെല്ലാം എക്സംഷൻ, ഒരു ഇളവ് പ്രൈവറ്റ് കമ്പനിക്കുണ്ട്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് തയ്യാറെടുപ്പ് വേണം, ഒത്തിരി ലീഗൽ റിക്വയർമെൻറ്റ്സ് പാലിക്കേണ്ടതുണ്ട്. ഇതൊന്നും പ്രൈവറ്റ് കമ്പനിക്ക് ബാധകമല്ല. മാത്രമല്ല, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പനികാര്യ രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ രേഖയും പ്രൈവറ്റ് കമ്പനിക്ക് നൽകേണ്ടത് ആവശ്യമില്ല. സാധാരണ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ രേഖ കമ്പനികാര്യ രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രൈവറ്റ് കമ്പനിക്ക് അതും സമർപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറയാം. സോ ദ അഡ്വാൻറ്റേജ് ഓർ പ്രിവിലേജ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി is it is exempted from the issue of prospectus. Fourth advantage of privilege of a private company is it is exempted from the requirement of minimum subscription for allotment of shares. The minimum subscription is the amount which must have been collected by a company before any allotment of shares is made. But a private company can proceed to allot shares without waiting for the minimum subscription. ഇപ്പോൾ നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് നാലാമത്തെ ആനുകൂല്യം അഥവാ നേട്ടം എന്ന് പറയുന്നത്, പ്രൈവറ്റ് കമ്പനിക്ക് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിന് മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. സാധാരണ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ഷെയർസ് അലോട്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ, ഷെയർസ് അല്ലെങ്കിൽ ഓഹരികൾ അനുവദിച്ച് തുടങ്ങണമെങ്കിൽ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ ആ ഷെയർസ് ആവശ്യപ്പെട്ടുള്ള ഇത്ര വരിക്കാർ ഉണ്ടായിരിക്കണം, ഇത്രയും പേര് ആ ഷെയർ വാങ്ങാമെന്ന് പറഞ്ഞിരിക്കണം. അങ്ങനെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പബ്ലിക് കമ്പനിക്ക്. പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൈവറ്റ് കമ്പനി സാധാരണ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അതിൻ്റെ അംഗങ്ങൾക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അംഗങ്ങൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഷെയർ ഇഷ്യൂ അല്ലെങ്കിൽ ഷെയർ അലോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പനി പിരിച്ചെടുക്കേണ്ടതായിട്ടുള്ള മിനിമം തുകയ്ക്ക് പറയുന്ന പേരാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ മിനിമം സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ് കമ്പനിക്ക് ആവശ്യമില്ല. മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് അംഗങ്ങൾക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പക്ഷേ പബ്ലിക് കമ്പനിക്കാണെങ്കിൽ ജനറൽ പബ്ലിക്കിനാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഷെയർ അലോട്ട് ചെയ്ത് ഓരോരുത്തർക്കും എത്ര ഷെയർ അനുവദിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. എങ്കിലേ പബ്ലിക് കമ്പനിക്ക് ഷെയർ ഇഷ്യൂ നടത്താൻ പറ്റും. എന്നാൽ പ്രൈവറ്റ് കമ്പനിക്ക് ഈ ഒരു നിയമം ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാം? മിനിമം സബ്സ്ക്രിപ്ഷൻ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഇതാണ് നാലാമത്തെ അഡ്വാൻറ്റേജ് അഥവാ പ്രിവിലേജ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് ഓർ പ്രിവിലേജ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഈസ് ഇറ്റ് ക്യാൻ ഇഷ്യൂ ഫർദർ ഷെയർസ് ടു ഔട്ട്സൈഡേഴ്സ്.
In certain cases of new allotment, the shares must be offered to the existing equity shareholders. But a private company is free to allot shares to any person, that is to outsiders also. അതായത് സാധാരണ ഒരു പബ്ലിക് കമ്പനി ഷെയർ ഇഷ്യൂ നടത്തി കഴിയുമ്പോൾ ഷെയർ അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ ആദ്യം എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇപ്പം നിലവിലുള്ള ചില ഷെയർ ഹോൾഡേഴ്സ് അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ അത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, പുതിയ ഷെയർ അലോട്ട്മെൻറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒരു പബ്ലിക് കമ്പനി ഷെയർ അലോട്ട് ചെയ്യുമ്പോൾ ആദ്യം ചോദിച്ചവർക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പുറത്തു നിന്നുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കൂ. പുതിയ അലോട്ട്മെൻറ്റ് ഇപ്പോൾ ആദ്യം കുറച്ച് ഷെയർസ് അലോട്ട് ചെയ്തെന്ന് വിചാരിക്കുക, രണ്ടാമത് വീണ്ടും അലോട്ട്മെൻറ്റ് നടത്തുകയാണ്. ആ അലോട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ, വേറെ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് അങ്ങനെയുള്ള നിബന്ധന നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അംഗങ്ങൾക്ക് മാത്രമേ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതിനകത്ത് സംശയമൊന്നുമില്ല. ആ കമ്പനിയിൽ അംഗങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ എല്ലാ അംഗങ്ങളും ഷെയർ മേടിക്കണമെന്നില്ല. അപ്പോൾ മേടിക്കാത്ത അംഗങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം മേടിച്ച ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തെങ്കിൽ മാത്രമേ മറ്റ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന ഇവിടെ പ്രൈവറ്റ് കമ്പനിക്കില്ല. അപ്പോൾ ആദ്യം കുറച്ച് മെമ്പേഴ്സ് ഷെയർസ് വാങ്ങി, എന്നാൽ മറ്റ് ഔട്ട്സൈഡേഴ്സും ഷെയർ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത് അലോട്ട്മെൻറ്റ് നടത്തിയപ്പോൾ. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് ആ ഔട്ട്സൈഡേഴ്സിന് ഷെയർ അലോട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കമ്പനീസ് ആക്ട് നൽകുന്നുണ്ട്. പബ്ലിക് കമ്പനിക്കാണെങ്കിൽ അങ്ങനെ ഔട്ട്സൈഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഉള്ള ഒരു നേട്ടം അഥവാ പ്രിവിലേജ് എന്ന് പറയും. Sixth advantage or privilege of a private company is it is exempted from keeping an index of members. A private company is not required to keep an index of members. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ അംഗങ്ങളുടെ ഒരു പട്ടിക, പേര് വിവരങ്ങളോ മറ്റ് കാര്യങ്ങളടങ്ങിയ പട്ടിക തയ്യാറാക്കി വെക്കേണ്ട കാര്യം പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല എന്നുള്ളതാണ് പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഉള്ള നേട്ടം എന്ന് പറയുന്നത്. എന്നാൽ പബ്ലിക് കമ്പനിയാണെങ്കിൽ അതിൻ്റെ അംഗങ്ങളുടെ പട്ടിക തയ്യാറാക്കി വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രൈവറ്റ് കമ്പനിക്ക് അത്തരത്തിലുള്ളൊരു പട്ടിക തയ്യാറാക്കേണ്ട ആവശ്യമില്ല. Seventh advantage or privilege of a private company is it is exempted from holding statutory meeting. A private company is not required to hold a statutory meeting. Moreover, it is also not required to file a statutory report with the Register of Companies. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഏഴാമത്തെ നേട്ടം അഥവാ ആനുകൂല്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടേണ്ട കാര്യമില്ല. സാധാരണ ഒരു പബ്ലിക് കമ്പനി ആയാലും കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടേണ്ട ആവശ്യമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി മീൻസ് നിയമം മൂലം എന്നാണ്. നിയമം മൂലം അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഒരു മീറ്റിംഗ് കൂടിയിരിക്കണം. അത് നിയമത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് പ്രൈവറ്റ് കമ്പനിക്ക് കൂടേണ്ട ആവശ്യമില്ല. പബ്ലിക് കമ്പനി ആണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടുകയും വേണം, അതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് സമർപ്പിക്കുകയും വേണം. ഇവിടെ പ്രൈവറ്റ് കമ്പനിക്ക് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടുകയും വേണ്ട, ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് സമർപ്പിക്കുകയും വേണ്ട. ഈ ഒരു എക്സംഷൻ, ഈ ഒരു ഇളവ് പ്രൈവറ്റ് കമ്പനിക്കുണ്ട്. ഇതാണ് പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചുള്ള ഏഴാമത്തെ നേട്ടം അഥവാ ആനുകൂല്യം എന്ന് പറയുന്നത്. Eighth advantage or privilege of a private company is it need not have more than 2 directors. A private company is not required to have more than 2 directors. However, this is also the minimum requirement for a private company. That is to say, a private company must have at least 2 directors, whereas a public company must have at least 3 directors. ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് എട്ടാമത്തെ നേട്ടം അഥവാ ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2 ഡയറക്ടേഴ്സ് മതിയാകും. എന്നാൽ ഒരു പബ്ലിക് കമ്പനിക്ക് 3 ഡയറക്ടേഴ്സ് വേണം. ഇതാണ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഉള്ള ആനുകൂല്യം അഥവാ നേട്ടം എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് കമ്പനിക്ക് 2 ഡയറക്ടേഴ്സിൽ കൂടുതൽ വേണ്ട, ആവശ്യമില്ല.
ഇത് തന്നെയാണ് പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം റിക്വയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് 2 ഡയറക്ടേഴ്സ് മതി, മിനിമം അത്രയും മതി. എന്നാൽ പബ്ലിക് കമ്പനിക്കാണെങ്കിൽ 2 പോരാ, മിനിമം 3 പേരെങ്കിലും വേണം. ഈ ഒരു വ്യത്യാസം, പ്രൈവറ്റ് കമ്പനിക്ക് 2 മതി, പബ്ലിക് കമ്പനിക്ക് 3 വേണം. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് കമ്പനിക്ക് ഉള്ള 8ാമത്തെ നേട്ടം അഥവാ ആനുകൂല്യം എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് എനി 4 special privileges of a private company. I hope all of you understood the topic special privileges or advantages of a private company quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.